ഈ നാല് അപേക്ഷിക്കുന്ന നാടകത്തിന്റെ പേര് ജീവിതപാഠം. ഇതിന്റെ രചന സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ടീം ഫോർട്ടായിരുന്നു. ഇതിൽ അഭിനയിക്കുന്നത് ബിന്ദു, നഫീസ, സബീന, ഫർഹാൻ, ശ്രീവിരാജ്, ബാലകൃഷ്ണൻ, ടീച്ചർ ജോസ്. ഇതുവരെ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുകയല്ല, രാത്രി എത്രയോ നേരം കഴിക്കില്ലെന്ന് കിടന്നു പറഞ്ഞാൽ ഒന്നും പറയണ്ട. ഞാൻ തന്നെ ഇവിടെ പറയാൻ ഞാനറിയും. ഞാനിന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് രാത്രി ഞാൻ നോക്കി അറിഞ്ഞിട്ടുണ്ടോ? വീട്ടിലെ കാര്യത്തെ കുറച്ച് അറിയണ്ടേ? എന്താ ഉമ്മൊക്കെ വീട്ടിൽ കൂടെ ഇവിടെ രാവിലെ തന്നെ ചെറുപ്പം മോള് വന്നില്ലേ? എല്ലാരും കൂടെ നോക്കിയാലല്ലേ കാര്യം നടത്തി. എനിക്കൊറ്റയ്ക്ക് എല്ലാം കൂടി ഇങ്ങനെ എല്ലാം നടത്താൻ പറ്റുമോ? എന്തെങ്കിലും വേണമെങ്കിൽ ഞാനതിന് അധ്വാനിച്ച് കൊണ്ടുവരട്ടെ. മാതാപിതാക്കളല്ലേ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്ത് ബഹളം? അമ്മേ സ്വയം പെട്ടെന്ന് ഉറങ്ങാൻ സമയത്തില്ലേ? എപ്പോഴും ചെറുപ്പം ഇവിടെ ഇപ്പോൾ അണിയിട്ടിരുന്നത് പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് വരാൻ എന്താ അങ്ങനെ ഇരിക്കുന്നത്? ഇന്നും വാർത്തയും പറഞ്ഞ് ഒരു പെൺകുട്ടി പറയുന്നത് പോലെ അമ്മയ്ക്കുണ്ട്. എല്ലാ കുട്ടികളും ഒക്കെയാണ്. അടുത്ത വീട്ടിലുള്ള അവര് വന്നിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാനിപ്പോ എന്താക്കാനാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണിന്റെ തലയെ കയറും. അടുത്ത ചുറ്റും നാളാം. എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞേ മുമ്പ് അത് നശിച്ചു പോകൂലേ? എന്തെങ്കിലും കഴിച്ച് സമയത്ത് കഴിച്ചു പോകുവാണെങ്കിൽ അസുഖം പിടിക്കും. അങ്ങനെ മനസ്സിലായോ? ഇവിടെ അതിനെ ചികിത്സിക്കാൻ വാങ്ങിയ എൻ്റെ അടുത്ത് എന്താ അന്നേരെ പറയില്ലേ ഒരു സ്വയം ഭക്ഷണം കൊണ്ടുവന്ന്
ഇപ്പൊ ഡോക്ടർ വന്നിട്ട് പോയിരുന്നു. ഏതേ നേരത്താ കയറിയില്ല. ഒന്നും കുഴപ്പമില്ല. ഡോക്ടർ ആശുപത്രി കാണിക്കാനോ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്യാനാണല്ലോ ഹോസ്പിറ്റലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്. അതാണല്ലോ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം. ഡോക്ടറെ പോകാൻ മരുന്ന് കഴിക്കുക. മരുന്ന് കഴിക്കാൻ നമുക്ക് അസുഖങ്ങൾ വരുത്താൻ ഇതിനൊന്നും വേണ്ടേ? അതിനാണല്ലോ നമ്മൾ പ്രകൃതിയിലുള്ള ഭക്ഷണം സ്വീകരിക്കുക. അത് മാത്രം കഴിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളിലെ മാതൃകയാറുണ്ട്. നമ്മളെന്താണ് നമ്മൾ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം അത് കഴിക്കാൻ അവർക്ക് അനുമതി കൊടുക്കുക. നിങ്ങളത് കഴിക്കുന്ന കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അതല്ലേ കുട്ടികൾക്ക് എന്തറിയാം. അപ്പൊ അവര് നിങ്ങളുടെ മാതൃക കാണിക്കുക. അപ്പൊ നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ മാത്രമാണ് കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഇതാ വേണ്ട ഹോട്ടലില് രോഗങ്ങൾ വരുത്തി വെക്കുന്നതാണ്. നമുക്കൊരിക്കലും രോഗങ്ങൾ വരുന്നതല്ല, നമ്മൾ വരുത്തി വെക്കുന്നതാണ്. ആ രോഗങ്ങളെ നമ്മളായിട്ട് മനസ്സിലാക്കോ? പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിക്കുക. പ്രകൃതിയിൽ നമ്മൾ പണ്ടുകാലത്ത് ജീവിച്ചത് തലമുലാദികൾ ഭക്ഷിച്ചിട്ടാണ്. അങ്ങനെ ജീവിക്കണം പറയില്ല. പക്ഷെ പ്രകൃതിയുടെ താളം തെറ്റിക്കാത്ത രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗമില്ലാതെ ജീവിക്കാം. ഒരിക്കലും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം. പ്രകൃതി തന്നെ ആരാണോ നമ്മൾ സൃഷ്ടിച്ചത് ആ പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. മനസ്സിലായില്ലേ? അത് നമ്മൾ ഉപയോഗിക്കരുത്. ശരിയാ.